ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് 1,00,000 സാനിറ്ററി നാപ്കിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സാക്ഷരത, തൊഴിൽ നൈപുണി ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായുള്ള പദ്ധതിയുടെ ജില്ലാതല വിതരണോദ്ഘാടനം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ബാലഗോപാൽ സാർ പറഞ്ഞു, അദ്ദേഹം PN പണിക്കരുടെ മകനാണ്. രണ്ട് വാക്ക് അദ്ദേഹത്തെ പറ്റി പറയണം. PN പണിക്കർ ആലപ്പുഴ ജില്ലയിലെ നിലമ്പേരൂർ എന്ന് പറയുന്ന LP സ്കൂളിൽ അധ്യാപകനായിരുന്നു. അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം 1926 സനാതന ധർമ്മം എന്ന് പറയുന്നൊരു ഗ്രന്ഥശാല സ്ഥാപിക്കുകയും പിന്നീട് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള ഒരാളാണ്. അറിവ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ധാരാളം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് നമ്മുടെ കേരളത്തിലിപ്പോൾ ജൂൺ 19 മുതൽ 26 വരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരം ആചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ജൂൺ മാസം 19-ാം തീയതി ഒരു മാസക്കാലം വായനാ മാസം ആചരിക്കുന്നത് PN പണിക്കരെ സ്മരിച്ചുകൊണ്ടാണ്. അപ്പം അറിവിനെപ്പറ്റി അത്രമാത്രം അറിവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. 23 കോടി ജനങ്ങളുള്ള ഒരു നാടാണ് UP. ഞാൻ അടുത്ത കാലത്താണ് മനസ്സിലാക്കുന്നത്, UPയിലുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഗ്രന്ഥശാലകളുടെ എണ്ണം 1000-ൽ താഴെ മാത്രമാണ്. 75 എണ്ണമാണ്. കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എനിക്ക് എണ്ണ അറിയില്ല. 10,000-കണക്കിന് ഗ്രന്ഥശാലകളാണ് കേരളത്തിലുള്ളത്. വെറും 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 10,000-കണക്കിന് ഗ്രന്ഥശാലകളും 23 കോടി ജനങ്ങളുടെ UPയിൽ കേവലം 75 ഗ്രന്ഥശാലകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ 10,000-കണക്കിന് ഗ്രന്ഥശാലകളുള്ള ഒരു നാടായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ അതിന് നേതൃത്വം കൊടുത്തൊരു മഹാന്റെ പേരാണ് PN പണിക്കർ എന്ന് പറയുന്ന മഹൽ വ്യക്തി. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ N ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തുകൾ, പാവപ്പെട്ടവർ, ഹരിജനങ്ങൾ, ഞങ്ങളിപ്പോൾ പറഞ്ഞുകൂടാ, ആദിവാസികൾ, ട്രൈബൽസ്, അവിടെയൊക്കെ അവരെ വായനാതിൻ്റെ പ്രതിജ്ഞ എടുക്കുന്നു. എന്തിനാ? അവർക്ക് വളരണം, അവർക്കും ശക്തരാകണം. അതിനുവേണ്ടിയാണ് അവർ വായന ഒരു ശീലമാക്കി മാറ്റുന്നു. അങ്ങനെയാണ് ഫൗണ്ടേഷൻ തുടങ്ങിയത്. അപ്പോഴാണ് കേരള സർക്കാർ 2008 PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര എന്ന് പറഞ്ഞ ഒരു സർക്കാർ ബോഡി ഉണ്ടാക്കി. സർക്കാരിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവർക്കെല്ലാം വീടിക്കറിയാം. സർക്കാരിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര. ഇവിടെ കേരള സർക്കാരിൻ്റെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിന് ചേർന്നത്. മുൻ MLA പ്രൊഫസർ KU അരുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VB സജിത്ത്, PN പണിക്കർ തൃശൂർ ജില്ലാ ഭാരവാഹികളായ MA സാദിഖ്, KG ബാബുരാജ്, ബദറുദ്ദീൻ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.